സാമ്പത്തിക പ്രഖ്യാപനമായ ബഡ്ജറ്റ് പ്രസ്താവന ഇന്ന് പാർലമെന്റിൽ നടക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും നികുതി നിർദ്ദേശങ്ങളും സംബന്ധിച്ച് സുപ്രധാന വിവരങ്ങളാണ് ചാൻസലർ ഇന്ന് ഹൗസ് ഓഫ് കോമൺസിൽ അവതരിപ്പിക്കുന്നത്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:30-ക്ക് പ്രധാനമന്ത്രിയുടെ ചോദ്യോത്തരവേളയ്ക്ക് ശേഷമാകും ചാൻസലർ ഓഫ് ദി എക്സ്ചക്കർ ബജറ്റ് പ്രസ്താവന നടത്തുക. സർക്കാരിന്റെ സാമ്പത്തിക പുരോഗതി, പൊതുധനകാര്യം, നിലവിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതിവിവരം എന്നിങ്ങനെയുള്ള വസ്തുതകൾ ബജറ്റ് പ്രസ്താവനയിലൂടെ പാർലമെന്റിനും രാജ്യത്തിനും വ്യക്തമാകും. ബജറ്റ് പ്രസ്താവന പാർലമെന്റ് ലൈവായും ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് വ്യാഖ്യാനത്തോടെയും തത്സമയം കാണാൻ സാധിക്കും. മദ്യം, പുകയില തുടങ്ങിയവയുടെ നികുതി നിരക്കുകളിലെ മാറ്റങ്ങൾ ബജറ്റ് ദിവസം തന്നെ നിലവിൽ വരാറുണ്ട്. ഇതിനായി ചാൻസലർ പ്രസ്താവന അവസാനിപ്പിച്ച ഉടൻ പ്രൊവിഷണൽ കളക്ഷൻ ഓഫ് ടാക്സ് പ്രമേയം ഹൗസ് ഓഫ് കോമൺസ് അംഗീകരിക്കും. ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ട മാറ്റങ്ങൾ അർദ്ധരാത്രിക്ക് മുമ്പ് തന്നെ പ്രാബല്യത്തിൽ വരും. My budget, led by this government's values of fairness and opportunity, and focused entirely on the priorities of the British people. ചാൻസലറുടെ പ്രസ്താവന അവസാനിച്ചാലുടൻ സാമ്പത്തിക പ്രവചനങ്ങളുടെയും നികുതി മാറ്റങ്ങളുടെയും സാങ്കേതിക വിശദാംശങ്ങളടങ്ങിയ ബജറ്റ് രേഖകൾ ട്രഷറി പുറത്തിറക്കും. തുടർന്ന് പ്രതിപക്ഷ നേതാവും മൂന്നാമത്തെ വലിയ കക്ഷിയുടെ നേതാവും പ്രസ്താവനയോട് പ്രതികരിക്കും. ബജറ്റ് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ 4 ദിവസങ്ങളിലായാണ് നടക്കുക. ആരോഗ്യമേഖല, വിദ്യാഭ്യാസം, പ്രതിരോധം തുടങ്ങി ഓരോ ദിവസവും ഓരോ നയപരമായ മേഖലയെക്കുറിച്ചാകും ചർച്ചകൾ. ബജറ്റ് ചർച്ചയുടെ 2ാം ദിവസമായ നവംബർ 27 വ്യാഴാഴ്ച ഷാഡോ ചാൻസലർ പ്രസ്താവനയ്ക്ക് മറുപടി പറയും. ഓരോ വർഷവും പുതിയ ഫൈനാൻസ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും. ബജറ്റ് പ്രസ്താവനയിലെ നികുതി നിർദ്ദേശങ്ങൾ നിയമപരമായി പ്രാബല്യത്തിൽ വരുത്തുന്നത് ഈ ബില്ലിലൂടെയാണ്. ഹൗസ് ഓഫ് കോമൺസ് ബജറ്റ് പ്രമേയങ്ങൾ അംഗീകരിച്ചതിന് ശേഷമാണ് ഫൈനാൻസ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. നികുതി സംബന്ധമായ കാര്യങ്ങളിൽ ഹൗസ് ഓഫ് ലോർഡ്സിന് പരിമിതമായ പങ്കാളിത്തം മാത്രമാണ് ഉള്ളത്. ബജറ്റ് പ്രസ്താവനയ്ക്ക് ശേഷം സർക്കാർ നിർദ്ദേശങ്ങളെക്കുറിച്ചും സാമ്പത്തിക കാഴ്ചപ്പാടുകളെക്കുറിച്ചും ട്രഷറി കമ്മിറ്റി അന്വേഷണം നടത്തും.